സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേഷനിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് 5 സ്റ്റെപ്സിൽ. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് ബ്രീത്തിങ്. ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ. ബ്രീത്തിങ് ഓർ pulmonary ventilation by which atmospheric air is drawn in and CO2 rich alveolar air is released out. അപ്പോൾ ബ്രീത്തിങ്ങിൽ വരുന്ന 2 സ്റ്റെപ്പാണ് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് ഓഫ് എയർ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് എയർ, അതായത് CO2 റിച്ച് എയർ പുറത്തേക്ക് കളയാം. അതിനെ എക്സ്പിറേഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻസ്പിറേഷൻ്റെ സമയത്ത് O2 റിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇൻസ്പിറേഷൻ്റെ സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ, ആൽവിയോളസിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ അതെന്ത് ചെയ്യും? അത് തിരിച്ച് പുറത്തേക്ക് കളയും, റിലീസ്ഡ് ഔട്ട്. അപ്പോൾ അതിന് എന്ത് പറയാം? എക്സ്പിറേഷൻ എന്ന് പറയാം. എക്സ്പിറേഷൻ. അപ്പോൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും കൂടിയിട്ടാണ് ബ്രീത്തിങ് എന്ന് പറയുക. ബ്രീത്തിങ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക. അതാണ് ആൽവിയോള ഗ്യാസ് എക്സ്ചേഞ്ച്. ആൽവിയോള ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ആൽവിയോളസിൽ വെച്ചിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച്, O2 CO2 ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പോൾ ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന O2 റിച്ച് എയർ ഇൻസ്പിറേഷൻ്റെ സമയത്ത് O2 റിച്ച് എയർ എവിടെ എത്തും? ട്രക്കിയ വഴി, ബ്രോങ്കസ് വഴി അത് ലങ്സിലേക്ക് എത്തും. അതായത് ബ്രോങ്കിയോൾസിൻ്റെ ടിപ്പിലുള്ള ആൽവിയോളസിൽ ഇപ്പോൾ എത്തും. അപ്പോൾ ലങ്സിൽ നിറയെ എയർ സാക്ക് ഉണ്ട്, ആൽവിയോളയുണ്ട്. അപ്പോൾ ഒരു എയർ സാക്കിന് പറയുന്ന പേരാണ്, ഒറ്റൊന്നിന് പറയുന്ന പേരാണ് ആൽവിയോളസ് എന്ന്. മെനി ആണെങ്കിൽ എന്ത് പറയും? ആൽവിയോള എന്ന് പറയും. ആൽവിയോളായി. അപ്പോൾ ഇവിടെ ആൽവിയോളസ് വരച്ചിട്ടുണ്ട്. ഇത് ഒരു എയർ സാക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എയർ സാക്ക് എവിടെ കാണാം? നമുക്ക് ലങ്സിൽ കാണാം. അവിടെ വച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. അതായത് O2 CO2 ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആൽവിയോളസിൽ, അതായത് ലങ്സിൽ O2യുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും ഇവിടെ. എന്നാൽ ലങ്സിലോട്ട് വരുന്ന ബ്ലഡിൽ O2യുടെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിജൻ കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറവുള്ള ഭാഗത്തോട്ട് ബ്ലഡിലോട്ട് ഡിഫ്യൂഷൻ നടക്കും. ഇനി ഈ വരുന്ന ബ്ലഡിൽ, ലങ്സിലോട്ട് വരുന്ന ബ്ലഡിൽ CO2 കൂടുതലായിരിക്കും. എന്നാൽ ലങ്സിലോ എയർ സാക്കിലോ CO2 കുറവായിരിക്കും. അപ്പം ബ്ലഡിൽ നിന്നും CO2 ആൽവിയോളസിലോട്ട് തിരിച്ച് ഡിഫ്യൂഷൻ നടക്കും. ഇവിടെയാണ് കൂടുതൽ, ബ്ലഡിൽ കൂടുതൽ, ആൽവിയോളസ് കുറവ്. അപ്പോൾ ബ്ലഡിൽ നിന്നും CO2 ആൽവിയോളസിലോട്ട് ഡിഫ്യൂഷൻ നടക്കും. ഇതിനാണ് എന്ത് പറയാം? ആൽവിയോള ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ആൽവിയോള ഗ്യാസ് എക്സ്ചേഞ്ച്. O2 ബ്ലഡിലോട്ടും ബ്ലഡിൽ നിന്ന് തിരിച്ച് CO2 ആൽവിയോളസിലോട്ടും. അതും അക്രോസ് ദ ആൽവിയോള മെംബ്രെയിൻ. ആൽവിയോളസിൻ്റെ ആ മെംബ്രെയിൻ ഇവിടെ കാണാം. ആൽവിയോള മെംബ്രെയിൻ അതുവഴി ഡിഫ്യൂഷൻ നടക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ്. ഇനി ഇവിടെ O2 ഡിഫ്യൂസ് ചെയ്ത് ഇവിടെ എത്തി, ബ്ലഡിലെത്തി. ഇനി ആ ബ്ലഡിന് എന്താ പറയുക? ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. O2 റിച്ച് ബ്ലഡാണ് ഇത്. അതുകൊണ്ട് റെഡിൽ വരച്ചത് ഓക്സിജനേറ്റഡ് ബ്ലഡ്. അത് പൾമണറി വെയിൻ ക്യാരി ചെയ്യും. പൾമണറി വെയിൻ എന്ത് ചെയ്യും? അത് ക്യാരി ചെയ്ത്
ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെ എത്തിക്കും? ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തിക്കും. ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അത് ലെഫ്റ്റ് വെൻട്രിക്കിലെത്തും. പിന്നെ അവിടുന്ന് അയോട്ട വഴി, ഇവിടെ മഹാധമനിയുണ്ട്, ഇതാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒരു അയോട്ട എറൈസ് ചെയ്യുന്ന കാണാം. അതുവഴി ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെ എത്തിക്കും? അത് ടിഷ്യൂസിലേക്ക്. അതാണ് ക്യാരി O2 ടു ടിഷ്യൂസ് എന്ന് കൊടുത്തത്. അപ്പോൾ ലങ്സിൽ നിന്നും ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ ക്യാരി ചെയ്ത് ടിഷ്യൂസിലേക്ക് എത്തിക്കുന്നു. ഇനി ടിഷ്യൂസിൽ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും ടിഷ്യൂസിൽ. ആ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് ഡിഫ്യൂഷൻ നടക്കും. അങ്ങനെ ബ്ലഡിൽ എന്തുണ്ടാവും? CO2. അങ്ങനെ CO2 റിച്ച് ബ്ലഡിനാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയാം. ഇനി ഈ ബ്ലഡ് CO2 റിച്ച് ബ്ലഡ്, അപ്പോൾ ഇതിന്ന് CO2യെ ഈ ബ്ലഡ് എന്ത് ചെയ്യും? ക്യാരി ചെയ്ത് എവിടെ എത്തിക്കുന്ന നോക്കുക? വീനാക്കാവ വഴി ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലെത്തിക്കും. ഇത് CO2 റിച്ച് ബ്ലഡാണ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അതിന് ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലെത്തിക്കും. അവിടുന്ന് പിന്നെ റൈറ്റ് വെൻട്രിക്കിലോട്ടെത്തും. പിന്നെ അവിടുന്ന് പൾമോണറി ആർട്ടറി, അതായത് ശ്വാസകോശ ധമനി വഴി ലങ്സിൻ്റെ സർഫസിലെത്തും. അതായത് ടിഷ്യൂസിന്ന് CO2യെ ബ്ലഡ് ക്യാരി ചെയ്ത് ആൽവിയോള സർഫസ്, അതായത് ലങ്സിൻ്റെ സർഫസിലെത്തിക്കുന്നു. ക്യാരി CO2 ഫ്രം ടിഷ്യൂസ് ടു ആൽവിയോളസ്. അപ്പോൾ ഇതിന് എന്ത് പറയാം? ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്ന് പറയാം. ഓക്സിജനെ ആൽവിയോളസിൽ നിന്നും ടിഷ്യൂസിലോട്ടും ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളസിലോട്ടും എത്തിക്കുക. ഇതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ക്യാരി O2 ടു ടിഷ്യൂസ്, ക്യാരി CO2 ഫ്രം ടിഷ്യൂസ് ടു ആൽവിയോളസ്. നാലാമത്തെ സ്റ്റെപ്പ് നോക്കുക. ഡിഫ്യൂഷൻ ഓഫ് O2 ആൻഡ് CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ഇനി ഇവിടെ നടക്കുന്ന കാര്യമാണ്, ഇത്രയും ഭാഗത്ത് നടക്കുന്ന കാര്യമാണ് ടിഷ്യൂ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയും. ടിഷ്യൂ ഗ്യാസ് എക്സ്ചേഞ്ച്. ഇപ്പോൾ ഇവിടെ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇവിടെ എത്തി. അയോട്ട ക്യാരി ചെയ്തിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെ എത്തി? ടിഷ്യൂസിലെത്തി. അപ്പോൾ ഇവിടെ കൂടുതൽ O2 ഓക്സിജനേറ്റഡ് ബ്ലഡിൽ. അപ്പോൾ ഓക്സിജൻ കൂടുതലുള്ള ബ്ലഡിൽ നിന്നും ടിഷ്യൂസിൽ O2 കുറവായിരിക്കും. അവിടത്തേക്ക് ഓക്സിജൻ ഡിഫ്യൂഷൻ നടക്കും. O2 ബ്ലഡിൽ നിന്നും ടിഷ്യൂസിലോട്ട്, സെൽസിലോട്ട്. ഇനി സെൽസിൽ CO2 കൂടുതലായിരിക്കും. അവിടെ മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് സെൽസിൽ CO2 കൂടുതലായിരിക്കും. അപ്പോൾ CO2 എന്ത് ചെയ്യും? CO2 തിരിച്ച് ടിഷ്യൂസിന്ന് എങ്ങോട്ടേക്ക്? ബ്ലഡിലേക്ക് ഡിഫ്യൂഷൻ നടക്കും. കാരണം ബ്ലഡിൽ കുറവായിരിക്കും CO2, ടിഷ്യൂസിലാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇവിടെ കൂടുതൽ, അവിടുന്ന് കുറഞ്ഞ ഭാഗത്തോട്ടാണ് ഡിഫ്യൂഷൻ നടക്കുക. അതായത് ബ്ലഡിൽ നിന്നും ടിഷ്യൂസിലേക്ക് O2 ഡിഫ്യൂഷൻ നടക്കും. ടിഷ്യൂസിൽ നിന്ന് CO2 എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് ഡിഫ്യൂഷൻ നടക്കും. ഇതിനാണ് ടിഷ്യൂ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുക. ടിഷ്യൂ ഗ്യാസ് എക്സ്ചേഞ്ച്. ഡിഫ്യൂഷൻ ഓഫ് O2 ആൻഡ് CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. അതായത് O2 ടിഷ്യൂസിലേക്കും CO2 ടിഷ്യൂസിന് ബ്ലഡിലേക്കും. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് നോക്കുക. യൂട്ടിലൈസേഷൻ ഓഫ് O2 ബൈ ദ സെൽസ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻ ആൻഡ് റിസൾട്ടൻ്റ് റിലീസ് ഓഫ് CO2. ഓക്സിജൻ സെൽസിലെത്തിക്കഴിഞ്ഞാൽ ഈ ഓക്സിജൻ സെൽസ് എന്ത് ചെയ്യും? അതിൻ്റെ സെല്ലുലാർ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കും. അതായത്
ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാറ്റബോളിക് റിയാക്ഷൻ നടക്കും. കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് റിയാക്ഷനാണ്, എനർജി റിലീസിങ് റിയാക്ഷനാണ്. ഇപ്പം ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ് അവിടെ നടക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ എനർജിയും റിലീസ് ചെയ്യും, കൂടാതെ അവിടെ CO2 കൂടെ ഉണ്ടാവും ആ മെറ്റബോളിക് റിയാക്ഷനിൽ, ആ കാറ്റബോളിക് റിയാക്ഷനിൽ. അപ്പോൾ CO2 സെൽസിൽ കൂടുതലായിരിക്കും. ആ CO2 ആണ് പിന്നെ ആ സെൽസിൽ നിന്നും ആ ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സെൽസിൽ നടക്കുന്ന ഈ മെറ്റബോളിക് റിയാക്ഷനാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയാം. ഈ എനർജി റിലീസിങ് റിയാക്ഷനാണ് സെല്ലുലാർ റെസ്പിറേഷൻ. എപ്പോഴാണ് CO2 അവിടെ സെൽസിൽ ഉണ്ടാവുന്നത്? ഇനി സ്റ്റെപ്സ് ചുരുക്കി പറഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഇൻസ്പിറേഷൻ എന്നാണ്. ഇൻസ്പിറേഷനിൽ സ്റ്റാർട്ട് ചെയ്യും. ഇൻസ്പിറേഷൻ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്സിജൻ റിച്ച് എയർ ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ അവിടെ എത്തും, ലങ്സിൻ്റെ ആൽവിയോളസിലെത്തും. ലങ്സിൻ്റെ ആൽവിയോളസിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഈ ആൽവിയോളസിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അവിടെ നിന്ന് പിന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അത് പിന്നെ ഹാർട്ടിലെത്തി, ഹാർട്ടിൽ നിന്ന് പിന്നെ അയോട്ട വഴി എല്ലാ ബോഡി പാർട്സിലും എത്തും, അതായത് ടിഷ്യൂസിലെത്തും. അപ്പോൾ ടിഷ്യൂസിലെത്തിക്കഴിഞ്ഞാൽ ആ ഓക്സിജനെ സെൽസിന് കൊടുക്കും. പിന്നെ സെൽസിൽ പിന്നെ റിയാക്ഷൻ നടക്കും, എനർജി റിലീസിങ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ആ സമയത്ത് CO2 കൂടി ഉണ്ടാവും. ആ CO2 എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡിലേക്ക് പോകും. അങ്ങനെ ആ ബ്ലഡ് എന്തായി മാറി? ഇപ്പോൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡായി മാറി. അപ്പോൾ ടിഷ്യൂസ് ഒന്ന് CO2 കളക്ട് ചെയ്തുകൊണ്ടും ആ ബ്ലഡ്, അതായത് വീന കാവ, ബ്ലഡ് വെസലിൻ്റെ പേര് വീന കാവ, എന്ത് ചെയ്യുക? ഹാർട്ടിലേക്ക് എത്തിക്കും. അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിളിലെത്തും. പിന്നെ അവിടുന്ന് പൾമോണറി ആർട്ടറി ലങ്സിലേക്ക് കൊടുക്കും. അപ്പോൾ ഇത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്, CO2 റിച്ച് ആണ്. അപ്പോൾ അവിടുന്ന് പിന്നെ ആ ലങ് സർഫസിലോട്ട്, അതായത് CO2 ബ്ലഡിൽ നിന്നും CO2 ലങ്സിലോട്ട്, ആൽവിയോളസിലോട്ട് ഡിഫ്യൂഷൻ നടക്കും. ഈ CO2 ആണ് പിന്നെ എക്സ്പിറേഷൻ്റെ സമയത്ത് പുറത്തേക്ക് കളയുന്നത്. CO2 റിച്ച് എയർ ആണ് ആൽവിയോളസിൽ നിന്നും തിരിച്ച് റിലീസ് ചെയ്ത് കളയുന്നത്.